വ്യാഴാഴ്ച രാവിലെ ഇസ്രയേലിലേക്ക് 320ഓളം റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ടായിരുന്നു ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇസ്രയേലിലെ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു ആക്രമണം. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിലെ ആദ്യഘട്ട തിരിച്ചടിയായിരുന്നു ഇന്നലത്തെ ആക്രമണം. ഇതിനു മറുപടിയായി ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പോർവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലും ആക്രമണം നടത്തി. ഇരുവിഭാഗങ്ങളുടെയും ആക്രമണങ്ങൾക്കൊടുവിൽ ലബനനിൽ 3 മരണങ്ങളും ഇസ്രയേലിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഇസ്രയേൽ നാവികസേനാംഗവും ഉൾപ്പെടുന്നതായി ഇസ്രയേൽ അറിയിച്ചു. ഇതിനു പിന്നാലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രയേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നാൽ ഇസ്രയേലിലേക്കുള്ള ആദ്യഘട്ട തിരിച്ചടി അവസാനിപ്പിച്ചതായി ഹിസ്ബുള്ള വ്യക്തമാക്കി. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ സഖ്യരാജ്യങ്ങളുമായി അടിയന്തര ചർച്ച നടത്തണമെന്ന് ലബനൻ പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ കെയ്റയിൽ നടക്കാനിരിക്കെയായിരുന്നു ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.